the secant method. അപ്പോൾ secant മെത്തേഡാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് വരുത്തി. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് അഥവാ ന്യൂട്ടൺസ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട ശേഷം എന്ത് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലൂടെ റൂട്ട് എന്ത് ചെയ്തിരുന്നത്? കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ ആ മെത്തേഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ എന്ത് ചെയ്യണമെന്നില്ല, പോസിബിൾ ആയിക്കോളുന്നില്ല. എല്ലാ കേസിലും നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ കഴിയില്ല. ഡെറിവേറ്റീവ് കാണാൻ കഴിയാത്ത പ്രാക്ടിക്കൽ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ കഴിയാത്ത പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രോബ്ലംസിൽ നമ്മൾ സീക്വന്റ് മെത്തേഡാണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഈ സീക്വന്റ് മെത്തേഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നത് ആ ഡെറിവേറ്റീവ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ആ ഡെറിവേറ്റീവ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് എൻ മൈനസ് വൺ. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് ടു അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ത്രീ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് ത്രീന്ന് എഫ് ഓഫ് എക്സ് ടു മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എക്സ് ത്രീ മൈനസ് എക്സ് ടു എന്ത് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നത് അപ്രോക്സിമേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എൻ, എക്സ് എന്നിനെയാണ് നമ്മൾ എൻ എഫ് ഡാഷ് ഓഫ് എൻ. അപ്പോൾ എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് എൻ മൈനസ് വൺ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അത് സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സാധനമാണ് എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിനെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് എന്തായിരുന്നു? എക്സ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എഫ് ഓഫ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എൻ അല്ലേ വരിക? എക്സ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എൻ ബൈ എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ. എഫ് ഓഫ് എക്സ് എന്നിന് എഫ് ഓഫ് എന്നും എഫ് ഡാഷ് ഓഫ് എക്സ് എന്നിന് എഫ് ഡാഷ് ഓഫ് എൻ എന്നുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് എൻ മൈനസ് എഫ് ഓഫ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എൻ കാണാൻ നമ്മൾ മുകളിലുള്ള ഇക്വേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് വൺ ബൈ എക്സ് എൻ മൈനസ് വൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ അല്ലേ? രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് എൻ മൈനസ് എഫ് ഓഫ് എൻ ഇൻറ്റു എക്സ് എൻ മൈനസ് വൺ ആവും ഡിവൈഡഡ് ബൈ എഫ് എൻ മൈനസ് വൺ ആവും. അതായത് ഇവിടെ റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഇക്വേഷനിലേക്ക് എഴുതാം. അതായത് എക്സ് എൻ പ്ലസ് വൺ വിൽ ബി ഈക്വൽ ടു എക്സ് എൻ മൈനസ് വൺ എഫ് ഓഫ് എൻ മൈനസ് എക്സ് എൻ എഫ് ഓഫ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എൻ മൈനസ് വൺ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഇക്വേഷനാണ്. ഇതാണ് സീക്കന്റ് മെത്തേഡ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. നമ്മൾ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്തിരുന്ന ഇക്വേഷൻ ഇതായിരുന്നു എങ്കിൽ ഈ ഇക്വേഷൻ ആണ് എന്ത്? സീക്കന്റ് മെത്തേഡിലൂടെ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാം. എക്സ് എൻ പ്ലസ് വൺ വിൽ ബി ഈക്വൽ ടു എക്സ് എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എക്സ് എൻ എഫ് ഓഫ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എൻ മൈനസ് വൺ. അപ്പോൾ ഈ മെത്തേഡ് കാണുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ മെത്തേഡിലൊക്കെ ഒരൊറ്റ നമ്പർ എന്തായിരുന്നു? നമ്മൾ ഒരു ഇനീഷ്യൽ അപ്രോക്സിമേഷൻ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എക്സ് സീറോ എന്ന് പറഞ്ഞ് ഒരു നമ്പർ എടുത്തിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ രണ്ട് ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ് വേണ്ടി വരും. ഒന്ന് എക്സ് എൻ മൈനസ് വണ്ണും എക്സ് മൈനസ് വണ്ണും വേണ്ടി വരും. അതുപോലെ എക്സ് സീറോ എന്ന് പറഞ്ഞ് രണ്ട് ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ് എന്തിനു വേണ്ടി വരും? ആ റൂട്ടിന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ കേസിൽ ഒറ്റ ഒന്നും ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ രണ്ടെണ്ണം നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്കന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടി വരും? അപ്പം ആദ്യം എക്സ് മൈനസ് വണ്ണും എക്സ് സീറോയും നമ്മൾ അപ്രോക്സിമേറ്റ് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് ആദ്യം എക്സ് വണ്ണ് കാണും, എക്സ് ടു കാണും, എക്സ് ത്രീ കാണും, എക്സ് ഫോർ കാണും, എക്സ് ഫൈവ് കാണും.
അങ്ങനെ അത് എന്താ ചെയ്യുക, ക്ലോസ് ആയിട്ട് ഒരു വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും. കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 3 ഡെസിമൽ അല്ലെങ്കിൽ 4 ഡെസിമൽ ഈക്വൽ ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, പ്രോബ്ലം നോക്കുക. ഫൈൻഡ് റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 ഈക്വൽ ടു 0 യൂസിങ് സീക്കൻഡ് മെത്തേഡ്. സീക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 1 ഈക്വൽ ടു 0ന്റെ റൂട്ട് കാണുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. ആദ്യം തന്നെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഈ എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5നെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, ഇന്ന് ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ് കൺസിഡർ ചെയ്യണം. അതായത് എക്സ് മൈനസ് 1 ഇസ് ഇക്വൽ ടു 2, എക്സ് 0 ഇസ് ഇക്വൽ ടു 3. അപ്പോൾ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എതിർത്ത് മാറിപ്പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് ശരിക്കും എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നോക്കിയേ, എക്സിന് പകരം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, 2 ക്യൂബ് മൈനസ്, അതായത് 8 മൈനസ് 4 മൈനസ് 5 അഥവാ മൈനസ് 1 കിട്ടും അല്ലേ. അതായത് എഫ് ഓഫ് 2 കണ്ടാൽ -1ഉം എഫ് ഓഫ് 3 ചെയ്തിട്ടുണ്ടെങ്കിൽ +2 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കും ആൻസർ ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ ഇനീഷ്യൽ വാല്യൂസ് ആയിട്ട് അത് രണ്ടും എന്ത് ചെയ്യുന്നു, എടുക്കുന്നു എന്നുള്ളൂ. ഇനി നിങ്ങൾ എടുത്തത് 0ഉം 1ഉം ആയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും കേട്ടോ, അതിലൊരു സംശയം വേണ്ട. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് അധികം ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത രണ്ട് ഇനീഷ്യൽ വാല്യൂസ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 2 ആയിട്ടും എക്സ് 0 എന്ന് പറയുന്നത് 3 ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, എടുത്തത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് മൈനസ് 1 അതാ എഫ് ഓഫ് 2 കാണുന്നു. എഫ് ഓഫ് 2 കാണുമ്പോൾ നമുക്ക് കിട്ടുക, എക്സിന് പകരം ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1 എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് 0 കാണുന്നു, അതായത് എഫ് ഓഫ് 3 കാണുമ്പോൾ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 16 എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് എൻ പ്ലസ് 1 ഇസ് ഇക്വൽ ടു എക്സ് എൻ മൈനസ് 1 എഫ് ഓഫ് എൻ മൈനസ് എക്സ് എൻ എഫ് ഓഫ് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ ആളുകളെയും നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അതിന് ആദ്യം തന്നെ n ഇസ് ഇക്വൽ ടു 0, എന്നിന്റെ വാല്യൂ 0 ആയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, n 0 ആവുകയാണെങ്കിൽ എക്സ് എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താവും, എക്സ് 1 ആവും, n 0 ആണല്ലോ. പിന്നെ എക്സ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ n 0 ആണെങ്കിൽ എക്സ് മൈനസ് 1 അല്ലേ. എഫ് ഓഫ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0 n 0 ആണ്. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് 0, എഫ് ഓഫ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് മൈനസ് 1, താഴെ എഫ് 0 എഫ് ഓഫ് മൈനസ് 1. അങ്ങനെയാണ് എന്ത് ചെയ്തത്, വാല്യൂസ് വന്നത്. അതിനാണെങ്കിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 1 കാണാൻ ഈ പറഞ്ഞ എക്സ് മൈനസ് 1 ഇസ് ഇക്വൽ ടു 2 ആണെന്ന് അറിയാം. അതിവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് 0നെയാണ് എന്ത്, എഫ് ഓഫ് 0 എന്ന് വിളിക്കുന്നത്. അത് 16 ആണ്. അതെടുത്ത് ഇവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തതോ എക്സ് 0 എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ് 0 3, അത് ഇവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എഫ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് 1 ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് 1നെ നമ്മൾ എന്താണ്, -1 ആണെന്ന് അറിയാം. അത് ഇവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെ എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് മൈനസ് 1, എഫ് ഓഫ് 0യും എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് 0 ആണ്, അത് 16 ആണ്. -16 മൈനസ് -1, ആൻസർ 35/17 കിട്ടും. അതായത് 2.058823529 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി ഈ വാല്യൂനെ എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എഫ് ഓഫ് എക്സ് 1 കാണാം. എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്നതാണ് എന്ത്, f1. എഫ് ഓഫ് എക്സ് 1 ആണെന്ത്, എഫ് f1. എഫ് ഓഫ് എക്സ് മൈനസ് 1 ആണെന്ത്, എഫ് മൈനസ് 1. എഫ് ഓഫ് എക്സ് 0 ആയിരുന്നു എഫ് ഓഫ് 0. അപ്പം ഈ x1 ആണ് എഫ് ഓഫ് 1. എഫ് ഓഫ് എക്സ് 1 കാണുമ്പോൾ എക്സിന് പകരം 2.058823529 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -0.39079923 എന്നുള്ള ആൻസർ കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇപ്പൊ x1 നമ്മൾ കണ്ടു, ഇനി x2 കാണണം. x2 കാണണമെങ്കിൽ n is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഇക്വേഷനിലേക്കാണ്, ഈ ഇക്വേഷനിലേക്കാട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മുകളിലുള്ള ഇക്വേഷനിലേക്ക്. അപ്പം n-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് n 1+1 അഥവാ x2 എന്ന് കിട്ടും. ഇനി n-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് 1-1 അഥവാ x0 എന്ന് കിട്ടും. fn എന്ന് പറഞ്ഞാൽ f1 ആവും, മൈനസ് xn എന്ന് പറഞ്ഞാൽ x1 ആവും.
എഫ് എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എഫ് വൺ മൈനസ് വൺ അതാ എഫ് സീറോ ആവും. അപ്പോൾ താഴെ എഫ് വൺ മൈനസ് എഫ് സീറോ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടാവും. എക്സ് സീറോ എന്ന് പറയുന്നത് 3 ആണെന്നതാ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് സീറോക്ക് വരെ എന്ത് കൊടുക്കുക 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് വൺ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എഫ് വൺ അല്ലെ, എഫ് വൺ എത്രയാണ് മൈനസ് 0.3907999923 ആണ്. പിന്നെ മൈനസ് എക്സ് വൺ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എക്സ് വൺ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് 2.058823529 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെയോ എഫ് സീറോ തൊട്ട് മുന്നേ എഫ് സീറോ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് സീറോ ആണെന്ത് എഫ് സീറോ അത് 16 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അതിന്റെ താഴെ എഫ് വണ് മൈനസ് 0.3907999923 മൈനസ് 16 എക്സ് ടുവിന്റെ വാല്യൂ നമുക്ക് കിട്ടുക 2.0812636. ഇനി അതുപോലെ എഫ് ഓഫ് എക്സ് ടു കാണണം. എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞത് എന്താണ് എഫ് ടു ആണ്. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് ടു കാണും. അപ്പൊ എഫ് ഓഫ് എക്സ് ടു കാണുമ്പോൾ എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് ടുന്റെ വാല്യൂ 2.0812636 ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസർ മൈനസ് 0.147204057 എന്ന് കിട്ടും. ഇനി n is equal to 2 ആണ്. n is equal to 2 ആകുമ്പോൾ എക്സ് എൻ പ്ലസ് വൺ ഉള്ളത് എന്താവും എക്സ് എൻ പ്ലസ് വൺ 3 ആവും, അതായത് എക്സ് 3 ആവും. പിന്നെയോ എക്സ് എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എക്സ് 2 മൈനസ് വൺ അഥവാ എക്സ് 1 ആവും. എഫ് ഓഫ് എഫ് എൻ എന്ന് പറയുമ്പോൾ എഫ് 2 ആവും. അതുപോലെ എക്സ് എൻ എന്ന് പറയുമ്പോൾ എക്സ് 2 ആവും. എഫ് എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ അത് എഫ് 1 ആവും. പിന്നെ ഇവിടെ താഴെ എഫ് 2 മൈനസ് എഫ് 1. ഈ വാല്യൂസ് അതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കാം. ആദ്യം എക്സ് വൺ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. എക്സ് വൺ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എക്സ് വൺ എന്താണ് 2.0588235 തൊട്ട് മുകളിൽ ഉണ്ടാവും കണ്ടുവച്ചിട്ടുണ്ടാവും. എഫ് ടുവിന്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കണ്ടുവച്ചതാണ് എന്ത് മൈനസ് 0.147204057. പിന്നെ മൈനസ് ഇട്ടു. പിന്നെയോ എക്സ് ടുവിന്റെ വാല്യൂ 2.0812636 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു എഫ് വണ്ണിന്റെ വാല്യൂ മുകളിലുണ്ട്. ഏതാ എഫ് വണ്ണിന്റെ വാല്യൂ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുവച്ചിട്ടുണ്ട്. മൈനസ് 0.3907999923 എന്ന് കിട്ടും. താഴെ എഫ് ടു മൈനസ് എഫ് വൺ ഓൾറെഡി ഉള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് എക്സ് 3 ആണ് അല്ലേ. എക്സ് 3 കണ്ടോ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടോ. 2.08 വന്നു, ഇവിടെ 2.09 വന്നു. ഇനി നമ്മൾ എഫ് 3 കാണുന്ന എഫ് ഓഫ് എക്സ് 3 ആണ്. അതായത് എക്സ് 3ന്റെ വാല്യൂ എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.00047942 എന്നാണ് കിട്ടുക. ഇനി നേരത്തെ ചെയ്ത പോലെ എക്സ് 4 നമ്മൾ കാണുന്നു. n is equal to 3 എക്സ് 4 കാണുന്നു. എക്സ് 4 കാണാനുള്ള ഇക്വേഷൻ ഇതായിട്ട് മാറും. കാരണം n-ന് പകരം എന്ത് കൊടുത്താൽ മതി 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ പറയുന്ന എക്സ് ടു എഫ് 3 മൈനസ് എക്സ് 3 എഫ് 2 ബൈ എഫ് 3 മൈനസ് എഫ് 2 എന്നാണ് നമുക്ക് കിട്ടുക. നമ്മൾ ആ വാല്യൂസിന് അതിലേക്ക് എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഫസ്റ്റ് തന്നെ എക്സ് ടുവിന്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2.08 എന്നുള്ള വാല്യൂ. എക്സ് ടുവിന്റെ വാല്യൂ മുകളിലുണ്ട്. എഫ് 3ന്റെ വാല്യൂ ലാസ്റ്റ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള എഫ് 3ന്റെ വാല്യൂ ഇതാ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെയോ മൈനസ് എക്സ് 3ന്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള വാല്യൂ തന്നെ. എക്സ് 3ന്റെ വാല്യൂ ഇതാ കണ്ടുവച്ചിട്ടുണ്ട് 2.09 എന്ന് പറഞ്ഞ വാല്യൂ. ഇനി ഇൻറ്റു എഫ് ടുവിന്റെ വാല്യൂ മുകളിൽ ഇതാ കണ്ടുവച്ചിട്ടുണ്ട് മൈനസ് 0.14 എന്ന് പറഞ്ഞ ആ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ എഫ് 3 മൈനസ് എഫ് 2 കൊടുക്കുന്നു. ആൻസർ നമുക്ക് 2.09454943 എന്ന് കിട്ടും. ഈ വാല്യൂസ് നോക്കിയേ റിപ്പീറ്റ് ചെയ്ത് വരണുണ്ടോ. 2.094 വരെ എന്ത് ചെയ്തു റിപ്പീറ്റ് ചെയ്തു. 2.094 വരെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 3 ഡെസിമൽസിന് നമ്മൾ അത് 3 ഡെസിമൽസിൽ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ 2.094 എന്ന് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം. ഇനി 4 ഡെസിമൽസിലേക്ക് 4 ഡെസിമൽസിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ x5 x6 ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും കാണേണ്ടി വരും. നമ്മളിവിടെ തൽക്കാലം 3 ഡെസിമൽസിൽ അത് സ്റ്റോപ്പ് ചെയ്യാണ്. 2.094 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൊല്യൂഷൻ എടുക്കാൻ പറ്റും. ഓക്കെ.
അടുത്ത പ്രോബ്ലം നോക്കുക. അടുത്ത പ്രോബ്ലം പറയുന്നത് എന്താണ്? ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ പറയുന്ന ഇക്വേഷൻ്റെ റിയൽ റൂട്ട് കാണണം യൂസിങ് സീക്കൻഡ് മെത്തേഡ്. സീക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? സൊല്യൂഷൻ കാണണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ഓഫ് ദ റൂട്ട്സിൻ്റെ ഇനീഷ്യൽ അപ്രോക്സിമേഷനായിട്ട് ഞാൻ എക്സ് മൈനസ് 1 ആയിട്ട് 1ഉം എക്സ് 0 ആയിട്ട് എന്തെടുക്കുന്നു? 2 എടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള 2 വാല്യൂസ് എടുക്കും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റുന്ന 2 വാല്യൂസ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പം എഫ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് 1 ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് 1 അല്ലേ? അതായത് എഫ് ഓഫ് 1 കാണുന്നു. എഫ് ഓഫ് 1 കാണുമ്പോൾ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 1, ആൻസർ 0.63212055 ആണ്. അതുപോലെ എഫ് 0 കാണുമ്പോൾ എഫ് ഓഫ് എക്സ് 0 ആണ്, അഥവാ എഫ് ഓഫ് 2 ആണ്. 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 2, ആൻസർ 1.8646641717 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഫ് മൈനസ് 1 എഫ് 0 രണ്ടെണ്ണം നമ്മൾ അസ്യൂം ചെയ്തതാണ്. എക്സ് മൈനസ് 1ഉം എക്സ് 0യും നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂസ് ആണ്. ആ എഫിലേക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെയോ നമുക്കറിയാം എക്സ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇതിൻ്റെ സീക്കൻഡ് മെത്തേഡിൽ കാണാനുള്ള ഇക്വേഷൻ എക്സ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് 1 എഫ് എൻ മൈനസ് എക്സ് എൻ എഫ് ഓഫ് എഫ് എൻ മൈനസ് 1 ബൈ എഫ് എൻ മൈനസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം എൻ ഇസ് ഈക്വൽ ടു 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. n is equal to 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാം. ഈ പറയുന്ന ഇക്വേഷനിൽ എന്നിന് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. എക്സ് മൈനസ് 1 എഫ് 0 എക്സ് 0 എഫ് മൈനസ് 1 എഫ് 0 മൈനസ് എഫ് മൈനസ് 1. ഓക്കെ, അതായത് എക്സ് 1 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻ കിട്ടി. എക്സ് 1 ഇസ് ഈക്വൽ ടു നമ്മൾ കാണണം. നമ്മളിവിടെ ഇതുവരെ കണ്ടുവച്ച വാല്യൂസ് ഉണ്ടാവും. എക്സ് മൈനസ് 1 എന്താണ് വാല്യൂ? ഇവിടെ ഉണ്ട് 1, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് 0 നമുക്ക് കണ്ടുവച്ച വാല്യൂ ഉണ്ട്, ഇവിടെ ഉണ്ട് വാല്യൂ, ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, 1.8646641717. അതുപോലെ എക്സ് 0 എന്ന് പറഞ്ഞിട്ട് വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ 2, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്തത് എഫ് മൈനസ് 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുവച്ചിട്ടുണ്ട്, ഇതാണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെന്താണ്? എഫ് 0 എഫ് മൈനസ് 1 മുകളിലുള്ള വാല്യൂസ് തന്നെയാണ്, അത് താഴേക്ക് എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നു. അത് മൊത്തത്തിൽ കാൽക്കുലേറ്ററിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് ഡിവൈഡ് ബൈ ഒക്കെ ഇട്ട് നേരെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ 0.487142 എന്ന് കിട്ടും. 0.487142 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1. ഈ പറയുന്ന എക്സ് 1നെ നമ്മൾ എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് 0.487142 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്ററിൽ എക്സിന് പകരം 0.487142 എന്ന് എഫ് ഓഫ് എക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.487142 മൈനസ് ഇ റൈസ് ടു മൈനസ് 0.487142 എന്ന് കിട്ടും. ആൻസർ -0.12724 എന്ന് കിട്ടും. അടുത്ത അപ്പം എഫ് 1 കണ്ട സ്ഥിതിക്ക് അടുത്ത് n is equal to 1 ആകുമ്പോൾ, ആദ്യം n is equal to 0 ആകുമ്പോഴല്ലേ എഴുതുക. n is equal to 1 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് മാറ്റാൻ വരിക നോക്കുക. which will be equal to x2 equal to x0 f1 minus x1 f0 by f1 minus f0 എന്നുള്ളതാണ്. അതിലേക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ പണി. അത് മാത്രമേ അതിൽ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. x0 എന്ന് പറയുന്നത് 2 ആണ്. x0 മുകളിൽ ചെയ്തിട്ടുണ്ട് 2 ആണ്. f1 ഇപ്പോൾ നമ്മൾ കണ്ടുവച്ച വാല്യൂ -0.12724. അതുപോലെ x1ൻ്റെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുവച്ച 0.487142 ആണ്. അതുപോലെ f0ൻ്റെ വാല്യൂ ഏറ്റവും മുകളിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 1.8646 എന്ന് പറഞ്ഞ വാല്യൂ. താഴെ f1 മൈനസ് f0 മുകളിൽ തൊട്ട് മുകളിൽ എഴുതിയ വാല്യൂസ് തന്നെയാണ്. f1ഉം f0യും തൊട്ട് മുകളിലുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് താഴോട്ട് എഴുതി വെക്കേണ്ട പണിയുള്ളൂ. കാൽക്കുലേറ്ററിലേക്ക് ആ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കുക. അപ്പം 0.58378 എന്ന് എന്ത് കിട്ടും? ആൻസർ കിട്ടും. x2ൻ്റെ വാല്യൂ കിട്ടിയത്. അതിന് എഫിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് x2 കാണുമ്പോൾ f2 കിട്ടും. എഫ് ഓഫ് x2 കാണുമ്പോൾ എഫ് ഓഫ് 0.58378 ചെയ്യുമ്പോൾ ആൻസർ 0.02599 എന്ന് കിട്ടും. അപ്പോൾ f2 കിട്ടി. ഇനി n is equal to 1 ചെയ്ത് കൊടുത്ത പോലെ n is equal to 2 കൊടുക്കുമ്പോൾ നമുക്ക് x3 ആണ് കിട്ടുക. കാരണം xn plus 1 അല്ലേ, 2 plus 1 3 x3. അതുപോലെ x1 x2 മൈനസ് x2 f1 ബൈ f2 മൈനസ് f1 എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1ൻ്റെ വാല്യൂ നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ, 0.487142 ആണ്. അതുപോലെ f2ൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട് 0.025
0.25599 ആണ് മൈനസ് ഇനി x2ൻ്റെ വാല്യൂ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട് 0.58378 ഇനി f1ൻ്റെ വാല്യൂ നമ്മൾ ഇതാ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് -0.12724 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക f1 f2 ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ എഴുതിയത് തന്നെയാണ് ആൻസർ കിട്ടും 0.567338 എന്ന് കിട്ടും അപ്പം x2 കിട്ടി ഇനി x2നെ എഫിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക f of x3 കാണണം x3 കിട്ടിയത് അപ്പോൾ f of x3 കാണണം അഥവാ f3 കാണുമ്പം ആൻസർ 0.00037 എന്ന് കിട്ടും അതായത് ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചെറുതായി വരുന്ന കണ്ടില്ലേ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചെറുതായി വരുമ്പോൾ നമ്മുടെ ആൻസർ കൂടുതൽ അടുത്തേക്ക് എന്ത് ചെയ്യാണ് പോവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി n=3 കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കാണണം n=3 കൊടുക്കുമ്പോൾ നമുക്ക് x4 കിട്ടും x4 കാണാനുള്ള ഇക്വേഷൻ ഇതാണ് x2 f3 മൈനസ് x3 f2 ബൈ f3 മൈനസ് f2 എന്ന് കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു x2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ച വാല്യൂ കൊടുക്കുന്നു x2ൻ്റെ വാല്യൂ ഇതാ 0.58378 ഓക്കെ അതുപോലെ f3ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടുവച്ച ഇതാ വാല്യൂ 0.00037 അതുപോലെ x3ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഈ വാല്യൂ 0.56738 അതുപോലെ f2ൻ്റെ വാല്യൂ അതിന് മുകളിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് f2ൻ്റെ വാല്യൂ ഇത് അവിടെ കണ്ടുവച്ചിട്ടുണ്ട് 0.02599 ഓക്കെ അതുപോലെ f3ൻ്റെയും f2ൻ്റെയും ഇവിടെ തൊട്ട് മുകളിലുള്ള വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.5671 എന്ന് കിട്ടും 0.567 എന്നല്ല ആൻസർ കിട്ടിയേ തൊട്ട് മുകളിലുള്ള വാല്യൂ നോക്കിയാൽ 0.56738 ഇവിടെ 0.5671 3 ഡെസിമൽസിൽ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ 3 ഡെസിമൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം ആൻസർ ആയിട്ട് നമുക്ക് 0.567 എന്ത് ചെയ്യാം എടുക്കുകയും ചെയ്യാം 3 ഡെസിമൽസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം 4 ഡെസിമൽസിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു x5 x6 ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ക്ലിയർ ആണോ എക്സസൈസസ് നോക്കുകയാണെങ്കിൽ 2 പ്രോബ്ലംസ് ഉണ്ട് ഡിറ്റർമൈൻ ദ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x raised to x is equal to 1 x raised to x is equal to 1 using secant method compare your result with the true value of x is equal to 0.567143 ശരിക്കുള്ള ആൻസർ 0.567143 ആണ് അപ്പോൾ ഈ x raised to x is equal to 1 എന്ന് പറയുന്ന ഇക്വേഷൻ റിയൽ റൂട്ട് കണ്ടു നോക്കുക അപ്പം x raised to x is equal to 1 എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x raised to x മൈനസ് 1 എന്ന് എന്ത് ചെയ്യുക എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഇതുപോലെ വാല്യൂസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക എന്നിട്ട് അതിന് ഒറിജിനൽ വാല്യൂ തന്നിട്ടുണ്ട് അതായിട്ട് കമ്പയർ ചെയ്യുക തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ യൂസ് സീക്കന്റ് മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ റൂട്ട് ലൈൻ ബിറ്റ്വീൻ 5 and 8 ഇവിടെ രണ്ട് പോയിന്റ് വേണമെന്ന് പറഞ്ഞാൽ പോയിന്റുകൾ തന്നിട്ടുണ്ട് x-1 ആയിട്ട് 5ഉം x0 ആയിട്ട് 8ഉം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഈ തന്ന ഇക്വേഷൻ x raised to 2.2 is equal to 69 അതായത് f of x equal to x raised to 2.2 minus 69 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുക്കുക f of x equal to x raised to 2.2 minus 69 എന്ന് എന്ത് ചെയ്യാം എടുത്തിട്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റും x raised to 2.2 is equal to 69 നമ്മൾ വേറെ മെത്തേഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ മെത്തേഡിൽ ചെയ്തിട്ടുള്ള ആൻസർ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയും ചെയ്യാം വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഏതാ കൂടുതൽ ആക്യുറേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം പിന്നെ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്തും നമ്മളെ OMR ഇല്ലേ നമ്മുടെ നിങ്ങളെ 20 മാർക്കിൻ്റെ അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ന്യൂട്ടൺ രാപ്സൺ മെത്തേഡ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ നമ്പർ c ഫ്രം ദി ഇക്വേഷൻ x square minus c നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചതാണ് x square minus c എന്ന് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഇതാ ഈ ഇക്വേഷനിൽ ഓർമ്മ ഉണ്ടോ ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സിക്ക് പകരം ഏത് വാല്യൂ കൊടുത്താലും അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട് പിന്നെ ദ നെക്സ്റ്റ് ഐറ്ററേറ്റീവ് വാല്യൂ ഓഫ് ദ റൂട്ട് 2x³ minus 0 2x² minus 3 equal to 0ൻ്റെ ഐറ്ററേറ്റീവ് വാല്യൂസ് കാണാൻ അതായത് 2 ആണ് ഫസ്റ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വാല്യൂ അതാണ് അപ്പോൾ ജസ്റ്റ് അത് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അതിൽ ഈ പറയുന്ന വാല്യൂസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇനി ദ നെക്സ്റ്റ് ഐറ്ററേറ്റീവ് വാല്യൂ ഓഫ് ദ റൂട്ട് 2x³ minus 3 equal to using secant മെത്തേഡ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ 2ൻ്റെയും 3ൻ്റെ ഇടയ്ക്കുള്ള ഫസ്റ്റ് വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ള ഇതിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും
ഇൻ സീക്വന്റ് മെത്തേഡ് xn പ്ലസ് വൺ എന്താണെന്നുള്ളതാണ് ഇക്വേഷൻ. നമ്മൾ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ ആണ് xn മൈനസ് വൺ എഫ് എൻ മൈനസ് xn fn മൈനസ് വൺ fn മൈനസ് fn മൈനസ് വൺ എന്നുള്ള ഇക്വേഷൻ ആണ്. അത് നമുക്ക് അറിയുന്നതാണ്, ഇപ്പോൾ പഠിച്ചതാണ്. ഓക്കെ, അത് വൺ വേർഡ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കിയ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാക്കറ്റിംഗ് ആൻഡ് ഓപ്പൺ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വെൻ ദ ജനറലൈസ്ഡ് ന്യൂട്ടൺസ് മെത്തേഡ് ഫോർ സോൾവിംഗ് ഇക്വേഷൻ ഈസ് ഹെൽപ്ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സീക്കന്റ് മെത്തേഡ് ഓവർ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ സീക്കന്റ് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. സീക്കന്റ് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ കഴിയാത്ത കേസുകളിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ എന്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് സീക്വന്റ് മെത്തേഡിലുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇത്.